ബഷീറിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? കായി അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? കുഞ്ഞാത്തുമ്മ. ബഷീർ ഏത് സ്വാതന്ത്ര്യ സമര നേതാവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു? മഹാത്മാഗാന്ധി. ഗാന്ധിജിയെ നേരിൽ കാണാനായി ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? ഏകദേശം 16 വയസ്സ്. ബഷീറിൻ്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച കൃതി ഏത്? ധർമ്മരാജ്യം. ജാനകിക്കുട്ടി എന്ന കഥാപാത്രം ഏത് ബഷീർ കൃതിയിലാണ്? മതിലുകൾ. താര സ്പെഷ്യൽസ് എന്ന കൃതി രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ മരണസ്ഥലം ഏത്? ബേപ്പൂർ. ബഷീറിൻ്റെ മകൻ്റെ പേര് എന്താണ്? അനീസ് ബഷീർ. ബഷീറിൻ്റെ മകളുടെ പേര് എന്താണ്? ഷാഹിന ബഷീർ. ബഷീറിൻ്റെ രചനകളിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്ന ജീവി ഏത്? ആട്. പാത്തുമ്മയുടെ ആട് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നോവൽ. ബാല്യകാലസഖി ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷമേത്? 1944. ശബ്ദങ്ങൾ ഏത് പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കൃതിയാണ്? യുദ്ധാനുഭവങ്ങൾ. ബഷീറിൻ്റെ കൃതികളിൽ പ്രണയം ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്ന നോവൽ ഏത്? ബാല്യകാലസഖി. വിശ്വവിഖ്യാതമായ മൂക്ക് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ചെറുകഥ. ബഷീറിൻ്റെ ഭാഷാശൈലിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏത്? ജനഭാഷ. ബഷീർ ഏത് പത്രവുമായി പ്രവർത്തിച്ചിട്ടുണ്ട്? ഉജ്ജീവനം. ബഷീർ ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. പ്രേമലേഖനം ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷമേത്? 1943. മതിലുകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷമേത്? 1965. ബഷീറിൻ്റെ കൃതികളിൽ സാധാരണ കാണപ്പെടുന്ന വികാരമേത്? ഹാസ്യം. പൂവൻപഴം രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ചിരി എന്ന കൃതി രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ ജന്മദിനം കേരളത്തിൽ എന്തായാണ് ആചരിക്കപ്പെടുന്നത്? ബഷീർ ദിനം. ബഷീറിൻ്റെ കൃതികളെ ആസ്പദമാക്കി നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടോ? ഉണ്ട്. ബാല്യകാലസഖിയിലെ സുഹറയുടെ പിതാവ് ഏത് തൊഴിൽ ചെയ്തിരുന്നു? വ്യാപാരം. ബഷീറിൻ്റെ രചനകളിൽ കുടുംബജീവിതം പ്രധാന വിഷയമാണോ? അതെ. ബഷീർ ഏത് നൂറ്റാണ്ടിലെ സാഹിത്യകാരനാണ്? 20-ാം നൂറ്റാണ്ട്. ബഷീറിൻ്റെ കൃതികളിൽ മതസൗഹാർദ്ദം പ്രതിഫലിക്കുന്നുണ്ടോ? ഉണ്ട്. ബഷീറിൻ്റെ സാഹിത്യ സംഭാവനകൾക്ക് കേരളം നൽകിയ പരമോന്നത സാഹിത്യ ബഹുമതി ഏത്? കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. ബഷീർ ഉപയോഗിച്ചിരുന്ന പ്രശസ്തമായ തൂലികാനാമം എന്ത്? ബേപ്പൂർ സുൽത്താൻ. ബഷീറിൻ്റെ രചനകളിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്ന ബന്ധം ഏത്? മനുഷ്യബന്ധങ്ങൾ. ബഷീർ ഏത് ഭാഷയിലാണ് പ്രധാനമായും എഴുതിയത്? മലയാളം. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആഘോഷിച്ചത് ഏത് വർഷമാണ്? 2008. ബഷീറിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രശസ്തമായ പ്രണയ ജോഡി ആരാണ്? മജീദും സുഹറയും. ബഷീറിൻ്റെ സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടുന്ന മൂല്യം ഏത്? മാനവികത. ബഷീർ എഴുതിയ കൃതികളിൽ ജയിൽ പശ്ചാത്തലമുള്ളത് ഏത്? മതിലുകൾ. ബഷീറിൻ്റെ സാഹിത്യ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബേപ്പൂർ. ബഷീർ മലയാള സാഹിത്യത്തിലെ ഏത് വിഭാഗത്തിലാണ് ഏറ്റവും പ്രശസ്തൻ? നോവലിസ്റ്റും കഥാകൃത്തും. ബഷീറിൻ്റെ കൃതികൾ ഇന്നും വായിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ലാളിത്യവും മനുഷ്യസ്നേഹവും. വൈക്കം മുഹമ്മദ് ബഷീറിനെ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന പേര് എന്താണ്? ബേപ്പൂർ സുൽത്താൻ.